അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. CM ഒക്കെ എത്തിയിട്ടുണ്ട്. CM എത്തിയിട്ടുണ്ട്. നടൻ ജഗദീഷ് എത്തിയിട്ടുണ്ട്. ഹൈബി ഈഡൻ MP നമുക്ക് വേദിയിൽ കാണാം. സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങുമെന്ന് മനസ്സിലാക്കുന്നു ഫ്രെയിം കാണുമ്പോൾ. സേതു, അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും എന്നുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ അല്പനേരം മുൻപാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. കൂടാതെ മുഖ്യ അതിഥിയായിട്ട് ജഗദീഷാണ് ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ നടപടികളിലേക്ക് കടക്കും. നഗരസഭ അധ്യക്ഷനടക്കമുള്ള ആളുകൾ വേദിയിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നമ്മൾക്കറിയാം, അത്തച്ചമയം എന്ന് പറയുന്നത് കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ തുടക്കം തന്നെയാണ്. ഇന്ന് കഴിഞ്ഞ് 10ാം നാൾ തിരുവോണം എത്തും. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് കേരള ജനതയാകെ. അതിൻ്റെ ഒരു തുടക്കം ഇന്ന് തൃപ്പൂണിത്തുറയിൽ ആരംഭിക്കുന്നു. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടു കൂടിയാണ് ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടിയാണ് ഘോഷയാത്ര ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നതും 9:30 ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വേദിയിൽ എത്തുകയും ചെയ്തു. അദ്ദേഹം അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അത്തപ്പതാക തൃപ്പൂണിത്തുറ രാജകുടുംബത്തിൽ നിന്നും ഇവിടുത്തെ നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റുവാങ്ങിയത്. പിന്നീട് അത് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പനേരത്തിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. എന്തായാലും തൃപ്പൂണിത്തുറ മഹാരാജാവിൻ്റെ ഓർമ്മകൾ കുറിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രകളെ ഓർമ്മപ്പെടുത്തുന്ന ഘോഷയാത്ര അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് കേരളത്തിലെ ഓണ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് 38 പ്ലോട്ടുകളാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ കലാകാരന്മാർ ഒരുക്കുന്ന വിവിധ കലാരൂപങ്ങളും ഇതുവഴി നഗരം ചുറ്റി ഇങ്ങോട്ടേക്ക് എത്തും. ഉച്ചയോടുകൂടിയായിരിക്കും ഈ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് ഈ ഘോഷയാത്ര മടങ്ങിയെത്തുന്നത്. 10 മണിയോടുകൂടി ആരംഭിക്കുന്ന ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരത്തിലാകമാനം ചുറ്റിയ ശേഷം ആയിരിക്കും തിരികെ എത്തുന്നത്. ജനങ്ങൾക്ക് വലിയ ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും ആ കാഴ്ച എന്ന് പറയുന്നത്. ഈ കാണുന്നത് പോലെ നിരവധി മനുഷ്യർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഘോഷത്തിന്റെ പരമോന്നതമായ ചടങ്ങ് തന്നെയായിട്ടാണ് ഈ ഘോഷയാത്രയെ അവർ വിലയിരുത്തുന്നത്. കാരണം ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് മറ്റിടത്തേക്ക് പോയിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം പോയിരിക്കുന്ന സ്ത്രീകളും ഒപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം ജോലിക്കായി പോയിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ ഇന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തും. അവർ ഈ അത്താഘോഷത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്.